നമ്മുടെ ഗീവ് അവേ വിജയി ഇതാണ്, സജിനയാണ്. നമ്മൾ ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്. പക്ഷേ ജൂലൈ 15 എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ലൈക്ക് ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 600-ന് മുകളിൽ ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൊക്കാസ്പീഡിയയുടെ ആ ഒരു ഗീവ് അവേ ബുക്സ് ഈ കുട്ടിക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഇനി കിട്ടാത്തവർ വിഷമിക്കുകയേ വേണ്ട. ഒരുപാട് പേര് ബുക്ക് വേണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ലോങ് മെസ്സേജ് ഒക്കെ ഇട്ടേക്കുന്ന കുട്ടികൾ വേറെയുണ്ട്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ലൈക്ക് കൂടുതൽ കിട്ടുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ബുക്ക് അയക്കുന്നത്. അപ്പം നിങ്ങൾ അല്ലാതെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അറിയിച്ചവർ വിഷമിക്കേണ്ട, നിങ്ങൾക്കും ബുക്ക് അയക്കും. പക്ഷെ അത് വൊക്കാസ്പീഡിയയുടെ ബുക്കോ അല്ലെങ്കിൽ മറ്റ് പുതിയ റാങ്ക് ഫയലല്ല. ഞാൻ പഴയ റാങ്ക് ഫയലൊക്കെ കുട്ടികളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരൊക്കെ അത് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കായിട്ട് ഞാൻ അയക്കും. അത് ഞാൻ യൂട്യൂബിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും കുട്ടികൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കണ്ടപ്പോൾ നമ്മളങ്ങനെ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് പറ്റുന്നത്രയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം, വിഷമിക്കേണ്ട. ഇപ്പം ഞാനിപ്പം മെഡിക്കൽ ലീവിലാണ്. അപ്പം ഞാൻ മാർച്ചിൽ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ടൈമിൽ എനിക്ക് സാലറി കിട്ടുന്ന സമയം തൊട്ട് ഞാൻ പറ്റുമെങ്കിൽ എല്ലാ മാസവും ഓരോ കുട്ടികളെ സഹായിക്കും. അത് ബുക്ക് മാത്രമായിട്ടാണ് കേട്ടോ. ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കുട്ടികൾ ക്യാഷൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ചുമ്മാതൊക്കെ വന്ന് ചോദിക്കുന്ന കുട്ടികളും കാണും. അപ്പോൾ ബുക്സ് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ യൂസ്ഫുൾ ആകുമല്ലോ. അപ്പോൾ അതേപോലെ ഓരോ കുട്ടികൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ ജോലി കിട്ടിയവരൊക്കെ പഴയ ബുക്സ് ഇരിപ്പുണ്ട്, അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമൻ്റ് ഇട്ടവരൊന്നും വിഷമിക്കേണ്ട. നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് നമ്മൾ ഓരോ ബുക്സൊക്കെ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ. മറ്റൊരു കാര്യം, ഒരുപാട് നല്ല മനസ്സുകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റി. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടേക്കുമോ, എനിക്ക് ഈ ബുക്ക് വേണ്ട, എന്നെക്കാളും അർഹതപ്പെട്ടവർ ഇതിലുണ്ട്, അവർക്ക് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ്. അങ്ങനെ ഓപ്പൺ മൈൻഡായിട്ടുള്ള ഒത്തിരി നല്ല കുട്ടികളെയും നമുക്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കാണാൻ കഴിഞ്ഞു. ഈ ബുക്ക് കിട്ടുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, ഒരുപാട് പേര് ആഗ്രഹിച്ച ബുക്കാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. നമുക്ക് പലപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യത്തിനോട് നമ്മൾ പലപ്പോഴും വില കാണിക്കത്തില്ല. അങ്ങനെ ചെയ്യരുത്. പഠിക്കുന്ന കാര്യമാണ്, ബുക്കാണ്, അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് അത് വെറുതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെറുതെ കളയാൻ വേണ്ടിയിട്ട് തരുന്നതല്ല. അത് പഠിക്കുക, അത് അതിൻ്റെ വിലയോടുകൂടി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ്. ഇതൊരു ബുക്കിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന എത്രയോ കുട്ടികൾ ഈ കമൻറ്റ് സെക്ഷനിലുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടാതെ പോയ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അത് അതിൻ്റേതായ വിലയോടുകൂടി നന്നായിട്ട് പഠിക്കുക. അടുത്ത ബുക്ക് ആർക്കാണ് അയക്കുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓരോരുത്തർക്കായിട്ട് പരമാവധി അയക്കുന്നതാണ് കേട്ടോ. പക്ഷേ വൊക്കാസ്പീഡിയയുടെ ഒരു ബുക്ക് മാത്രമേ ഈ കുട്ടിക്ക് അയക്കുന്നുള്ളൂ, പുതിയത് അയക്കുന്നുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിലുള്ളതെല്ലാം മറ്റു കുട്ടികൾ അയച്ചു തന്നിട്ടുള്ള റാങ്ക് ഫയൽസാണ്. അത് നമ്മൾ ഉടനെ തന്നെ അയക്കുന്നതാണ്. പിന്നെ പുതിയ ബുക്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മാർച്ച് തൊട്ട് ഞാൻ പരമാവധി ട്രൈ ചെയ്യും മാസത്തെ ഒരാൾക്കെങ്കിലും അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഏതൊരു റാങ്ക് ഫയലൊക്കെ പഴയതുണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുക. അപ്പോൾ അർഹതപ്പെട്ട കുട്ടികളുടെ അഡ്രസ്സ് ഞാൻ തരാം, അതിലേക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. അതിന് ഡെലിവറി ചാർജ് എത്ര എന്ന് പറഞ്ഞാലും ഞാൻ അത് അയച്ചു തരികയും ചെയ്യാം. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, ഒരുപാടല്ല 3 നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ 3 പേരോട് എനിക്ക് പറയാനുള്ളത്, അത് പറഞ്ഞതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള വീഡിയോ ആണ്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ. ഏകദേശം 1,1,4 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്കത് മതി. ഞാൻ യൂട്യൂബ് കൊണ്ടൊന്നും ജീവിക്കുന്ന ആളൊന്നുമല്ല. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുകയോ പ്രൊമോഷൻ വീഡിയോസ്, എനിക്കിപ്പോൾ വേണമെങ്കിൽ ബ്യൂട്ടി വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടി വ്ളോഗ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പ്രൊമോഷൻ കിട്ടും. അപ്പോൾ ആ പ്രൊമോഷൻ വീഡിയോസ് വഴിയിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതുവഴി നമുക്ക് നല്ലപോലെ പൈസ കിട്ടും. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും സ്റ്റഡി മോട്ടിവേഷൻ മാത്രമേ ചെയ്യാറുള്ളൂ. മാത്രമല്ല മോട്ടിവേഷൻ വീഡിയോ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് നല്ലതുപോലെ യൂട്യൂബിൽ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് 3-4 മാസം കൂടുമ്പോഴായിരിക്കും ഒരു 7,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നത്. സത്യം പറഞ്ഞ സമയം നമ്മുടെ വേസ്റ്റിംഗ് ആണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല, ചിലപ്പോൾ മടിയും കാണും. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ മോട്ടിവേഷൻ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ ഇൻകം കൂട്ടാനോ ഒന്നും എനിക്ക് ഈ വീഡിയോസൊന്നും ഒരിക്കലും ഹെൽപ്പ് ആകത്തില്ല. അപ്പോൾ അങ്ങനത്തെ മണ്ടത്തരങ്ങളൊക്കെ വന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടാതിരിക്കുക. അപ്പോൾ ഇതുപോലെ ഗീവ് അവേ വീഡിയോസ് ഇനിയും ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഏതെങ്കിലും പബ്ലിഷേഴ്സ് ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്കോ എന്തെങ്കിലും ഡാമേജ് വന്ന ബുക്സൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് അറിയിക്കുക. നമുക്ക് അറിയാമല്ലോ പബ്ലിഷേഴ്സിനൊക്കെ എത്ര കോടികളാണ് കിട്ടുന്നതെന്ന്. ഒരു ബുക്ക് സെല്ല് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം 500-600 ഒക്കെ അവർക്ക് ലാഭം മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അതിന് 1000 പേര് വാങ്ങിക്കുമ്പോൾ തന്നെ അവർക്ക് എത്ര രൂപ ലാഭം കിട്ടും.
നിങ്ങൾ അതിൽ നിന്നൊരു 1-2 ബുക്കെങ്കിലും കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് ഒരുപാട് ഹെൽപ്പാവും, ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.